ഈ രാഷ്ട്രീയവും ഡിപ്ലോമസിയും അയൽവാസികളുമായിട്ടുള്ള സംഭവങ്ങൾ ഇതിനെ കൂട്ടിക്കലർത്തി ഇവിടെ വോട്ട് പിടിക്കാൻ ചെയ്യുന്ന തന്ത്രങ്ങൾ മറ്റുള്ള രാജ്യങ്ങളിൽ കാണിക്കുമ്പോൾ ഇതിൻ്റെ പ്രതികരണം എന്ന് പറയുന്നത് ഭയങ്കര നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കും. ഒരു നിങ്ങൾക്ക് ഇവിടെ വോട്ട് പിടിക്കാൻ ആന്റി മുസ്ലിം പറയാം, പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം, 71 ബംഗ്ലാദേശ് അല്ല 2025. അതായത് എനിക്ക് അപ്പം നിനക്ക് ഓർമ്മയുണ്ടോ എനിക്കറിയത്തില്ല, എനിക്ക് ടെലിഫോൺ ഇല്ലാത്ത സമയത്തെ പറ്റി ഓർമ്മയുണ്ട് നാട്ടിൽ. കാരണം എനിക്ക് ടെലിഫോൺ ഇല്ല, കാരണം ഈ പറയുന്ന ലാൻഡ് ലൈൻ മാത്രമേ ഉള്ളൂ, അതിനെപ്പറ്റി അറിയാം. കാരണം അടുത്തുള്ളൊരു വീട്ടിലായ ടെലിഫോൺ വരുന്നത് അവിടെ പോകുന്നത്. ഓക്കെ, അപ്പം ടെലിഫോൺ ഇല്ലാത്തതും പിന്നെ മൊബൈൽ റവല്യൂഷൻ ഉണ്ടായതും ഡിജിറ്റൽ റവല്യൂഷൻ ഉണ്ടായ ഭയങ്കര വ്യത്യാസമാണ്. അതാണ് ഇതിൻ്റെ അകത്തെ പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത്. കാരണം 71 എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത്. അപ്പം ഞാനീ പറയുന്നത് 71-ലും 2025-ലും ഭയങ്കര വ്യത്യാസമാണ്. ബംഗ്ലാദേശികളായ ന്യൂജൻ അവർക്ക് ഈ പറയുന്ന ഇന്ത്യ എന്തു കുന്തം ചെയ്തു എന്നുള്ളത് അവർക്കൊരു പ്രശ്നമല്ല. അതാണ് കഴിഞ്ഞ 20 വർഷം മുമ്പ് ഒരു സ്ത്രീ പുസ്തകം എഴുതിയിരുന്നു. അത് ഇന്ത്യക്കാരിയാണ്. എനിക്ക് ഒരു വലിയ അറിയപ്പെടുന്ന റൈറ്റർ, പേരെനിക്ക് ഓർമ്മ വരുന്നില്ല. ആ ബുക്സും ഈ സൗത്ത് ഈസ്റ്റ് ഏഷ്യയിൽ നടക്കുന്ന കോൺഫ്ലിക്ട്സുമായി ബന്ധപ്പെട്ട് അവർ പ്രഡിക്റ്റ് ചെയ്തിരുന്നു എന്താണ് അഫ്ഗാനിസ്ഥാനിൽ ഉണ്ടാകുന്നത് അത് ബംഗ്ലാദേശിലും പാകിസ്ഥാനിലും ഉണ്ടാകും, അതേപോലെ ഉണ്ടാകും. കാരണം ഉണ്ടാകുന്നത് ഇസ്ലാമിക് ടെററിസം. കാരണം ഇസ്ലാമിക് ടെറർ എന്ന് പറയുന്ന റാഡിക്കൽ ടെററിസം, IS ഇതിൻ്റെയൊക്കെ ഇൻഫ്ലുവൻസ് കൊണ്ട് മറ്റ് അതിൻ്റെ ചെറുതും വലുതുമായ പല സംഘടനകൾ ഉണ്ടാകും. അതിന് ഫണ്ട് ചെയ്യാൻ ആൾക്കാർ കാണും. ഇതൊരു ഗ്ലോബൽ സിംറ്റംസ് ആണ്. നമ്മൾ ആരെങ്കിലും വിചാരിച്ചോ ബംഗ്ലാദേശ് എന്ന് പറഞ്ഞ ആ രാജ്യത്തോട്ട് ഈ തീവ്ര ഇസ്ലാമികവാദം കയറി വരുന്നു? ഞാൻ വിചാരിച്ചു സാർ, എനിക്ക് നല്ല കറക്റ്റായിട്ട് ഉറപ്പുണ്ടായിരുന്നു. ഞാൻ മറ്റേ സക്കീർ നായിക്കിന്റെ അവിടുത്തെ ബേക്കറിയിലെ സ്ഫോടനം കടന്നു പറയാം. നമ്മൾ പറഞ്ഞു രണ്ടായി വിഘടിച്ച രാജ്യമാണ്, ഉറുദു സ്പീക്കിംഗ്, ബംഗാളി സ്പീക്കിംഗ്. പിന്നെ എന്താ പറയുക, ഷെയ്ഖ് ഹസീന ഭരണം നമ്മളെല്ലാം കണ്ട 15 വർഷം. എങ്ങനെയാ 15 വർഷം ആൾക്ക് ഭരിക്കാൻ പറ്റുന്നത്? എന്തുതോടെ അവർ ഭരിക്കുന്നത്? അവർ കാണിച്ചത് നമുക്ക് അറിയാവുന്ന സംഭവമാട്ടെ.